കാർഷിക വാർത്തകൾ. അന്തരീക്ഷ താപനില ഉയർന്നതോടെ നിലനിൽപ്പ് ഭീഷണിയിലാണ് ഏലത്തോട്ടങ്ങൾ. ഉൽപ്പന്ന വരവ് ചുരുങ്ങിത്തുടങ്ങി. ഏഷ്യൻ റബ്ബർ വിപണികളിൽ ഉണർവ്. 3 ആഴ്ചയ്ക്ക് ശേഷം നാളികേരോൽപ്പന്നങ്ങൾക്ക് വിലയിടിവ്. രാത്രിയിലെ കുറഞ്ഞ താപനിലയും പകൽ അന്തരീക്ഷ താപനില കുതിച്ചുയരുന്നതിനിടയിൽ പല ഏലത്തോട്ടങ്ങളും നിലനിൽപ്പ് ഭീഷണിയിലാണ്. വേനൽ മഴയുടെ അഭാവം മലയോര മേഖലകളിൽ വരൾച്ചാ സാധ്യതകൾ ശക്തി പകരുന്നതിനിടയിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുമോ എന്ന ആശങ്കയിലാണ് ഉൽപാദകർ. ഇതിനിടയിൽ വിളവ് കുറഞ്ഞതിനാൽ പിന്നിട്ട ഏതാനും ലേലങ്ങളിൽ ഏലയ്ക്ക വരവ് ചുരുങ്ങി. എന്നാൽ ഉൽപ്പന്ന വിലയിൽ കാര്യമായ മാറ്റം അനുഭവപ്പെട്ടിട്ടില്ല. ചെറുകിട കർഷകർക്ക് ആകർഷകമായ വില വരും ദിവസങ്ങളിൽ ഉറപ്പു നൽകാനാവുമെന്ന കണക്കുകൂട്ടലിലാണ്. കയറ്റുമതിക്കാരും അന്തർ സംസ്ഥാന വാങ്ങലുകാരും ലേലകേന്ദ്രങ്ങളിൽ സജീവമാണ്. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 3197 രൂപയിലും ശരാശരി ഇനങ്ങൾ 2967 രൂപയിലും കൈമാറി. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ തുടർച്ചയായ തളർച്ചയ്ക്ക് ശേഷം ഇന്ന് മികവ് കാണിച്ചു. തായ്ലൻഡ് അടക്കമുള്ള മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക് തിരിയുന്നതിനാൽ മുന്നിലുള്ള 3 മാസ കാലയളവിൽ പുതിയ ഷീറ്റ് വരവ് ചുരുങ്ങുമെന്നത് വിലക്കയറ്റ സാധ്യതകൾക്ക് ശക്തി പകരാം. ബാങ്കോക്കിൽ 3ാം ഗ്രേഡ് റബ്ബർ വില ക്വിന്റലിന് 232 രൂപ വർദ്ധിച്ച് 20,222 രൂപയായി. കേരളത്തിൽ 4ാം ഗ്രേഡ് റബ്ബർ 18,900 രൂപയിൽ സ്റ്റഡിയായി വിപണനം നടന്നു. രാജ്യാന്തര മാർക്കറ്റിൽ ചൈനീസ് ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ആവശ്യം ശക്തമല്ല. അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷം അവരെ രംഗത്തുനിന്നും പിന്നോക്കം വലിക്കുന്നു. നാളികേരോൽപ്പന്നങ്ങളുടെ വില 3 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം താഴ്ന്നു. വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉയർന്നത് കണ്ട് മില്ലുകൾ ഉൽപാദനമുയർത്തിയെങ്കിലും കൊപ്ര വില താഴ്ത്താൻ വ്യവസായികൾ ശ്രമം നടത്തി. കൊച്ചിയിൽ കൊപ്ര 15,550 രൂപയിലും വെളിച്ചെണ്ണ 22,450 രൂപയായും താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. നെൽവിത്തുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് വിളവിനെ ബാധിക്കുന്നതായി പരാതി. ഗുണനിലവാരക്കുറവ് മൂലം വിത്തുകൾ മുളയ്ക്കായകയും ഉൽപാദനക്കുറവും രോഗകീടബാധയും നെൽ കർഷകരെ വലയ്ക്കുകയാണ്. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൽ പല ഇനങ്ങളുടെ കലർപ്പും നേരിടുകയാണെന്ന് കർഷകർ പറയുന്നു. കേരളത്തിൽ 1.95 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ചെയ്യുന്നത്. ഇതിനായി 15,000 ടൺ നെൽവിത്ത് ആവശ്യമാണ്. ഇതിന്റെ 20% മാത്രമാണ് സർക്കാർ സ്ഥാപനങ്ങൾ ലഭ്യമാക്കുന്നത്. നാഷണൽ സീഡ് അതോറിറ്റി, കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, കാർഷിക സർവകലാശാല, നെല്ലു ഗവേഷണ കേന്ദ്രം, ഗവൺമെന്റ് സീഡ് ഫാമുകൾ എന്നിവയാണ് സംസ്ഥാനത്ത് നെൽവിത്ത് ലഭ്യമാക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ. ബാക്കിയെല്ലാം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും വിത്തെത്തുന്നത്. കൂടാതെ കർഷകർ പരസ്പരം കൈമാറുന്നതും പ്രാദേശിക കച്ചവടക്കാർ ലഭ്യമാക്കുന്നതുമാണ്. ഇതിലൂടെയാണ് ഗുണനിലവാരമില്ലാത്ത വിത്തെത്തുന്നത്. കർഷകർക്ക് ആവശ്യമുള്ളത്ര നെൽവിത്ത് സീഡ് കോർപ്പറേഷനിൽ നിന്ന് ലഭ്യമാക്കാൻ നിലവിൽ കൃഷി വകുപ്പിന് ഫണ്ടില്ലാത്ത സാഹചര്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള സർവകലാശാല പുതിയ ഇനം തണ്ണിമത്തൻ വികസിപ്പിച്ചു. വിത്തില്ലാത്ത മാംസളമായ പുതിയ തണ്ണിമത്തൻ സാധാരണ ഇനങ്ങളെ അപേക്ഷിച്ച് മധുരമുള്ളതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമാണ്. വെള്ളാനിക്കരയിലെ കേരള കാർഷിക സർവകലാശാലയുടെ വെജിറ്റബിൾ സയൻസ് വകുപ്പിലാണ് ഓറഞ്ച് മാംസളമായ വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചെടുത്തത്. മഞ്ഞ കളറുള്ള സ്വർണയുടെയും ചുവപ്പ് കളറുള്ള ഷോണിമയുടെയും പ്രധാന ബ്രീഡറായ ടി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ PhD വിദ്യാർത്ഥിയായ അൻസബയുടെ പഠനത്തിലാണ് ഈ നേട്ടം. 3.5 കിലോ തൂക്കം വരുന്ന ഫലങ്ങൾക്ക് സാധാരണ ഇനങ്ങളെക്കാൾ മധുരവും ഗുണമേന്മയുമുണ്ട്. അതേസമയം ഈ ഇനം കർഷകർക്കായി പുറത്തിറക്കാൻ ഇനിയും പരീക്ഷണങ്ങൾ ആവശ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് പൊതുമേഖലാ ഗവേഷണ സ്ഥാപനം ഓറഞ്ച് കാമ്പുള്ള വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിക്കുന്നത്. തണ്ണിമത്തന്റെ വിത്തുണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യ കേരളത്തിൽ VFPCKയ്ക്കും ബംഗളൂരു കേന്ദ്രമായ സ്വകാര്യ കമ്പനിക്കും കാർഷിക സർവകലാശാല കൈമാറിയിട്ടുണ്ട്. പരീക്ഷണ വിശകലനങ്ങളിൽ സർവകലാശാല ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ KN അനിത്തും ഇന്തോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ് കമ്പനിയുടെ പ്രതിനിധികളും പങ്കെടുത്തു. കേരളത്തിൽ തണ്ണിമത്തൻ കൃഷി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്യാൻ കൂടുതൽ യുവാക്കൾ എത്തുന്നതായി പ്രദീപ് കുമാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ പാം ഓയിൽ ഇറക്കുമതിയിൽ ഇടിവ്. 13 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ജനുവരിയിൽ ഇറക്കുമതി രേഖപ്പെടുത്തിയത്. ഇന്ത്യയുടെ പാം ഓയിൽ ഇറക്കുമതി 13 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. പാം ഓയിലിൽ ഇറക്കുമതിയിലുണ്ടായ കുറവ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മൊത്തം ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയിൽ 15.46% കുറവുണ്ടാക്കി. 2024 ജനുവരിയിൽ ഇന്ത്യ 7.8 ലക്ഷം ടൺ പാം ഓയിലാണ് ഇറക്കുമതി ചെയ്തത്. എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ 2.75 ലക്ഷം ടൺ പാം ഓയിൽ ഇറക്കുമതി ചെയ്തു. കഴിഞ്ഞ 13 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ഇറക്കുമതി നിരക്കാണിത്. സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സമാഹരിച്ച ഡാറ്റ പ്രകാരം 2024-25 എണ്ണ വർഷത്തിലെ ജനുവരിയിൽ
ഇന്ത്യ 10.07 ലക്ഷം ടൺ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. 2023-24 എണ്ണവർഷത്തിൽ ഇത് 11.91 ലക്ഷം ടണ്ണായിരുന്നു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് സോയാബീൻ എണ്ണയും പാമോയിലും എത്തുന്നത് ആഭ്യന്തര എണ്ണ ശുദ്ധീകരണ കമ്പനികളെയും കർഷകരെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആന്ധ്രയിൽ പക്ഷിപ്പനി വ്യാപിക്കുന്നു. കോഴികളെ നിരോധിക്കുന്നതിനായി തെലങ്കാന സംസ്ഥാന അതിർത്തികൾ അടച്ചു. ആന്ധ്രാപ്രദേശിലെ പക്ഷിപ്പനിയിൽ കോഴിക്ക് വില വർദ്ധിക്കുമെന്ന ആശങ്കയുണ്ട്. വൻതോതിൽ ചത്തൊടുങ്ങുന്നത് വിതരണ ശൃംഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കിഴക്കൻ പടിഞ്ഞാറൻ ഗോദാവരി ജില്ലകളിലെ ഏതാനും ഗ്രാമങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ക്വാറന്റൈൻ പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനും വൈറസ് പടരുന്നത് തടയുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി 721 ദ്രുത പ്രതികരണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ രോഗബാധിത ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള കോഴികളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഗതാഗതം നിരോധിച്ചു. കോഴി വളർത്തൽ സ്ഥാപനങ്ങൾ, ഫാമുകൾ നന്നായി അണുവിമുക്തമാക്കണമെന്നും ജൈവ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ച് ചത്തവയെ സംസ്കരിക്കണമെന്നുമാണ് സർക്കാർ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ പഞ്ചസാര കമ്പനികളിലൊന്നായ നിരാണി ഷുഗേഴ്സ് കർണാടകയിൽ ആസിഡ് നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. കർണാടകയിലെ ബഗൽകോട്ടിൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. ഏകദേശം 2000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ പദ്ധതി അടുത്ത 3 മുതൽ 5 വർഷം വരെ വികസിപ്പിക്കും. ഇത് മേഖലയിൽ 600 മുതൽ 800 വരെ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. നിലവിലുള്ള നയങ്ങൾക്കനുസൃതമായി ആവശ്യമായ അനുമതികളും ഇൻസെന്റീവുകളും ലഭിക്കുന്നതിന് നിരാണി ഷുഗേഴ്സിന് സൗകര്യമൊരുക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് സർക്കാർ ഉറപ്പാക്കും. പുനരുൽപ്പാദിപ്പിക്കാവുന്ന വിഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബയോഡീഗ്രേഡബിൾ, സുസ്ഥിര പോളിമർ, പാക്കേജിംഗ്, തുണിത്തരങ്ങൾ, വിവിധ വ്യവസായ ആപ്ലിക്കേഷനുകൾ എന്നിവയിലെ പാരിസ്ഥിതിക സൗഹൃദ ബദലുകളിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ പദ്ധതി. ഈ നിക്ഷേപത്തോടെ ബയോഡീഗ്രേഡബിൾ മേഖലയിലേക്ക് കടക്കുന്ന മുൻനിര സംസ്ഥാനമായി കർണാടക മാറും. നവീകരണം, കാർഷിക വിഭവങ്ങൾ, സുസ്ഥിരത എന്നിവയിൽ അതിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, വിഭവ ദൗർലഭ്യം, പാരിസ്ഥിതിക ഉത്തരവാദിത്തമുള്ള ബദലുകളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം തുടങ്ങിയ നിർണായക വെല്ലുവിളികളെ നേരിടാൻ കർണാടകയ്ക്ക് കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 190, RSS 5 186, ലാറ്റക്സ് 135, ജാതിക്ക 380, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 600, കുരുമുളക് ഗാർബിൾ 67,900, കുരുമുളക് അൺഗാർബിൾ 65,900, ഏലക്ക 2,900 മുതൽ 3,000 വരെ, വെളിച്ചെണ്ണ 22,450, കൊപ്ര 17,200, ചുക്ക് 32,500.